കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മലയാള മാസം 1-ാം തീയതി നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ നമ്മുടെ അനുഭവത്തിൽ പോകുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ മാസം മുഴുവൻ വളരെ ഗുണകരമായിരിക്കും. നമ്മൾ 1-ാം തീയതി സാധാരണ എണീക്കുന്നതിലും ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ നേരത്തെ എണീക്കണം. എണീറ്റ് അത് ഭൂമിയിൽ തൊട്ട് തലയ്ക്ക് വെച്ച് ഇവിടെ എണീക്കാനായിട്ട് എണീറ്റ് ഭഗവാന്മാരെയൊക്കെ പ്രാർത്ഥിക്കാം. നേരികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഏത് കാലാണ് ആദ്യം വെക്കുന്നത്, വലത്ത് കാലാണ് ഇടത്ത് കാലാണ്, അത് ആദ്യം ശ്രദ്ധിക്കണം. വലത്ത് കാലാണ് ആദ്യം. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്, വെച്ചതിന് ശേഷം നമ്മൾ ചിന്തിക്കാവൂ. ആദ്യം വലത്ത് കാലാണ് വെക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടാം. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകിൽ നിന്ന് ആരും വിളിക്കാൻ പാടില്ല. ഇറങ്ങി നമ്മൾ 2 അടി വെക്കുമ്പോൾ ഒന്ന് വാഹനത്തിലാവാം, അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം ഏതെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ, സൈക്കിളാവാം, ബൈക്കാവാം, അങ്ങനെയുള്ള ഏതും ആവാം, ഇരുചക്ര വാഹനം നമ്മളൊക്കെ ഓപ്പോസിറ്റായിട്ട് വരുന്ന അവസ്ഥ വളരെ ഗുണകരമാണ്. അതുപോലെ പശുവിന് എതിരെ വരിക, അതുപോലെ ഈ പുല്ല് ചെത്തിക്കൊണ്ട് വരുന്നത് ദോഷമാണ്. ആയുധങ്ങൾ, അതായത് തേങ്ങ ഇടാൻ പോകുന്ന ഒരാളാണ് തേങ്ങയുടെ ആയുധമായിട്ട് വരിക. അപ്പം നമുക്ക് അയാളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ആയുധമായിട്ട്, ഇപ്പോൾ ഓരോരുത്തർ ഈ കടം വാങ്ങിച്ചും ഈ ഇത് എല്ലാം മേടിച്ചുകൊണ്ടിരുമല്ലോ, റെൻറ്റിനൊക്കെ എടുത്തുകൊണ്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുക ഈ ആയുധങ്ങളൊക്കെ, അതൊക്കെ വളരെ ദോഷകരമാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല ശുഭവാർത്തകൾ എന്തെങ്കിലും ആരെങ്കിലും പരസ്പരം പറയുന്നതായിട്ട് കേൾക്കുക. അതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും റേഡിയോയുടെ ഒച്ച കേൾക്കുന്ന വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. പശു കരയുക, അതൊക്കെ വളരെ ഗുണകരമാണ്. അതുപോലെ ഈ പച്ചക്കറി, മത്സ്യങ്ങൾ, അതൊക്കെ എതിരെ വരുന്ന വളരെ ഗുണകരമാണ്. നമ്മൾ പിന്നെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ ട്രാഫിക് സിഗ്നലുകളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് റെഡ് കത്തി കിടക്കരുത്. അപ്പം നമുക്കങ്ങനെ പറയാൻ, റെഡ് കത്തരുതെന്ന് പറയാൻ പറ്റത്തില്ല, ലക്ഷണങ്ങളായി പറയുന്നത്. ഗ്രീന് കത്തിയിരിക്കുക, നമുക്ക് നിർത്താതെ വണ്ടി അങ്ങ് പോവാം, അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്. ഓഫീസിൽ ചെന്നാലും ആ ദിവസം ഫുൾ പോസിറ്റീവായിട്ട് നിൽക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക, പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വാക്കുകൾ മാത്രം അന്നത്തെ ദിവസം കേൾക്കുക. ഇങ്ങോട്ട് അവിചാരിതമായിട്ട് പൈസകൾ കിട്ടുന്ന അവസ്ഥ, ഇതെല്ലാം വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. ആ മാസം മുഴുവൻ ഗുണകരമായിട്ട് പറയാം. വീട്ടിൽ നിന്ന് തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും വീട്ടിലെ അമ്മയോ വൈഫോ ആരും ആയിക്കോട്ടെ, അവർ ചിരിച്ച മുഖത്തോടെ സ്വീകരിക്കുക. നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ചിരിച്ച മുഖത്തോടെ നിൽക്കാനൊന്നും പറയരുത്. നമ്മൾ വരുമ്പോൾ സന്തോഷമായിട്ട് നിൽക്കുന്ന അവസ്ഥ കാണണം. പിന്നെ നമ്മൾ വന്നിട്ടിരിക്കും, കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വീട് കീറുന്ന മുമ്പായിട്ട് എന്തെങ്കിലും വെള്ളം കിട്ടുക, നമ്മൾ ചോദിക്കാതെ കിട്ടണം. ചായയാവും, കാപ്പിയാവും, നാരങ്ങയാവും, എന്ത് ജ്യൂസ് എന്തും ആയിക്കോട്ടെ, നമ്മൾ വന്ന് കയറിയാവണം അങ്ങനെ തന്നെ കിട്ടുക. അതുപോലെ നമുക്ക് കൃത്യസമയത്ത് 1-ാം ദിവസം ഭക്ഷണം കഴിക്കുക. രാവിലത്തെ ആഹാരം 8 മണിക്കകമായിട്ട്, ഉച്ചക്കലത്തെ ആഹാരം 1 മണി 1:30-കകമായിട്ട്, വൈകിട്ടത്തെ ആഹാരം ഒരു 7-8 മണിക്കകമായിട്ട്, കൃത്യസമയത്ത് ഭക്ഷണം, കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റുക, ഇതെല്ലാം വളരെ ലക്ഷണശാസ്ത്ര പ്രകാരം വളരെ ഉത്തമമാണ്. അപ്പം ഇങ്ങനെ ആ ഒരു ദിവസം മുന്നോട്ട് പോയാൽ ആ മാസം മുഴുവൻ വളരെ മംഗളകരമായിരിക്കുമെന്നാണ് ലക്ഷണശാസ്ത്ര പ്രകാരം പറയാനാവുന്നത്. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.